എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ. ഇനി കുറച്ചൊന്ന് ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. എന്നാലും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലുള്ള മെയിൻ കുറച്ച് കാര്യങ്ങളും സെക്കൻഡറി ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഇപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം എല്ലാത്തിൻ്റെ വളരെയധികം ഷോർട്ട് ഫോംസാണ് ഇട്ടിരിക്കുന്നത്. SEO, SMO, SEM, SMM, ASO, EMM, ഇതൊന്നും കണ്ട് പേടിക്കണം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് നമ്മൾ പ്രൊഫൈൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും PPC അറിയാമോ, കോസ്റ്റ് പെർ മൈൽ, CPM അറിയാമോ, അല്ലെങ്കിൽ അതിലുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, അതിലുള്ള പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഇങ്ങനെ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ക്വയറീസ് ഉണ്ടാവും. അതെല്ലാം മറന്നേക്കണം. അങ്ങനെ സംഭവമേ മനസ്സ് വെച്ചേക്കാൻ പാടില്ല. ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസിന് നമ്മൾ എന്ത് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് CPM എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ കാര്യം ഓർമ്മിക്കത്തുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിന് കോസ്റ്റ് പെർ മൈൽ എന്നുള്ള ടെർമിനോളജി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതല്ല വേറെ ഏതെങ്കിലും ബിസിനസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് മാത്രമേ മനസ്സിൽ വരത്തുള്ളൂ. അതുകൊണ്ട് അബ്രിവിയേഷൻസ് അറിയില്ല എന്ന് കരുതിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒട്ടും കുറഞ്ഞ ആൾക്കാരല്ല. ഇതിനകത്ത് പല കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ അപ്പം തന്നെ എടുത്ത് ചെക്ക് നോക്കുമ്പോഴത്തേക്കും ഇതാണ് അവർ ഉദ്ദേശിച്ചത്, അതിന് ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്, വേറെ രീതിയിലാണ് പറയേണ്ടതെന്ന് അപ്പം ഞാൻ ചിന്തിക്കും. അപ്പോൾ SEO മീൻസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അത് ഒരു യുണീക്കായിട്ടുള്ള സെഗ്മെൻറ്റാണ്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുള്ള ഒരു സെഗ്മെൻറ്റാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ തന്നെ മൂന്നായിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് പേജ്, ഓൺ പേജ്. ഓൺ പേജിനകത്ത് തന്നെ ടെക്നിക്കൽ SEO ആണ്. അപ്പോൾ ഇത് SEO എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ ടെർമിനോളജീസ് പഠിക്കാൻ വേണ്ടി. അതല്ല അതിന് മുമ്പ് പഠിച്ചു വെച്ചാൽ ഒന്നും തലയിലിരിക്കില്ല, എല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോകും, ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാണ്ടായിരുന്നു. ദെൻ SMO, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ 2 ടൈപ്പ് ഉണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്ന് പെയ്ഡ് അല്ലാത്തത്, രണ്ടാമത്തത് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മാത്രം ചിന്തിച്ച് വയ്ക്കാം. ഓക്കെ, പിന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പെയ്ഡ് ടൂൾസ് ഒരുപാട് കിട്ടും. ആ പെയ്ഡ് ടൂൾസ് വെച്ചും ചെയ്യാൻ പറ്റും, ടൂൾസ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. അപ്പം ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ലാസ്റ്റിൽ M വന്നിട്ടുള്ള സംഭവങ്ങൾ പെയ്ഡാണ്, O വന്നിട്ടുള്ള സംഭവങ്ങൾ അൺപെയ്ഡാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലെ ഇത് രണ്ടുമാണ് ആപ്ലിക്കേഷൻസിൻ്റെ സ്റ്റോർ ലൊക്കേഷൻസ്. ഇവിടെ പലതിനകത്തും സ്പോൺസേഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. അതല്ലാത്ത ആപ്ലിക്കേഷൻസ് പലതിൻ്റെയും ക്വാളിറ്റി കൊണ്ടും റിവ്യൂസ് കൊണ്ടും മുകളിലേക്ക് വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇനി നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് മുകളിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ, വേറെ ഒന്നുമില്ല അത്. ഇനി SEM എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ആ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ പേയ്മെൻറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സെർച്ച് എഞ്ചിനാണ്. അത് വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. ഇത് രണ്ടും 2 ബ്രാൻഡാണ്, പക്ഷേ ഒരേ പ്രോസസ്സ് തന്നെയാണ്. DuckDuckGo, Ask.com, Yahoo, ഇതെല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. ഓരോ കൺട്രീസിൻ്റെയും ലൊക്കേഷനും ജിയോഗ്രഫിക് ലൊക്കേഷനും അവിടുത്തെ പ്രോമിനൻസി അനുസരിച്ച്
ആ ഏത് ആപ്ലിക്കേഷനാണോ അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിനാണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ളതിന് വ്യത്യാസം വരും. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഗൂഗിളാണ് ബെസ്റ്റ്. ഇനി SMM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പേയ്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സമയമെടുത്ത് ഓർഗാനിക്കായിട്ട് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്ത് നമ്മൾ കണ്ടൻറ് അപ്ഡേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടി നമ്മൾ അതിലേക്ക് ബിസിനസ്സുകാരിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ച ശേഷം നമ്മൾ അവർക്ക് പ്രസൻറ്റേഷൻ ചെയ്ത് കൊടുക്കുകയാണ് അവരുടെ ബിസിനസ്. ഇപ്പോൾ പല പ്രോഡക്ട്സും കൊണ്ട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്. എന്നിട്ട് അവർ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാറുണ്ട്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് അവർ ഒരുപാട് ടൈമും എഫേർട്ടും കൊടുത്തിട്ട് അവരുടെ ചാനലിനെ നല്ല രീതിയിൽ ക്വാളിറ്റി കണ്ടൻറ്റ് വെച്ചിട്ട് അവരതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സിലേക്ക് എത്തിക്കുന്നതാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് സമയമില്ലാത്ത ടൈപ്പ് ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പെയ്ഡ് പ്രൊമോഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. പെയ്ഡ് പ്രൊമോഷൻസിനകത്ത് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതായത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഫുഡ് ഐറ്റംസിൻ്റെത്, പിന്നെ വെപ്പൺസിനെ കുറിച്ചുള്ളത്, പിന്നെ മെഡിസിൻസ്, ഇതെല്ലാം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള കൂട്ടത്തിലാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ പറയാം. ഓക്കെ, ദെൻ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ കൺവേർഷൻ റേഷ്യോ ഉള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങും ഒന്ന് ഇമെയിൽ മാർക്കറ്റിങ്ങും. ഓക്കെ, ദെൻ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനായിട്ട് കിടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടേക്ക് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് കൊണ്ട് അവർ വന്ന് ഫോളോ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. എനിക്കൊരു സബ്സ്ക്രിപ്ഷൻ ബേസ് ഉണ്ടാകുന്നു. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാരിലേക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നു. അപ്പോൾ ഇത്രയും ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിലുള്ള ഓഡിയൻസിനെ റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ്, എന്താ പറയുക, ഒരു ഷെയർ ബ്രോക്കിങ്ങിൻ്റെ പ്രോഡക്റ്റ്, അത് ഒരു ഷെയർ ബ്രോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ഓഹരി പഠനം എന്നുള്ളൊരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു ക്രിയേറ്റീവ് സൈഡിലേക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരുള്ള കുറച്ച് ലിമിറ്റേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എൻ്റെ ഡൊമൈൻ എന്നുണ്ടെങ്കിൽ എൻ്റെ ഡൊമൈനിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് അവർക്ക് ആ വരുന്ന ബിസിനസ്സിന് ഞാനൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആയിരിക്കും. അവരുടെ പ്രോഡക്റ്റ് അവർ എൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത ശേഷം ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ ബിസിനസ് എനിക്ക് പേ ചെയ്യും ടു റീച്ച് മൈ കസ്റ്റമേഴ്സ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മീൻസ് പണ്ട് കുറച്ച് നാൾ മുമ്പൊക്കെ നല്ല രീതിയിലുള്ള സംഭവം ബ്ലോഗിങ് എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം. ഇപ്പോഴേക്കാണ് യൂട്യൂബിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. എൻ്റെ വെബ്സൈറ്റിലേക്ക് അത്യാവശ്യം വളരെ നല്ല കണ്ടൻറ്റാണ് കൊടുക്കുന്നത്. ആ കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അവിടത്തേക്ക് ഇപ്പോൾ ആമസോൺ പോലെയുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ എൻ്റെ പേരിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റ് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വ്യക്തി ആമസോൺ വെബ്സൈറ്റിൽ പോയി ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇപ്പം എന്താ പറയുക, ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പേഴ്സണലായിട്ടുള്ള ലിങ്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറില്ല. അപ്പോൾ ആക്ച്വലി അവർക്ക് കിട്ടുന്നത് 7% 6% ആയിരിക്കും. അതിനകത്ത് 5% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരത്തക്ക രീതിയിൽ അത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കൊണ്ട് അത് പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു 1% ആ
ഇൻഫ്ലുവൻസർ ആരാണോ ആ ഇൻഫ്ലുവൻസറിന് അയാളുടെ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ആവും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ ഒരു ബിസിനസ് വന്ന് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഞാൻ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് കൊടുത്തിരിക്കുന്ന ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് എക്സ്ചേഞ്ച്. അത് എങ്ങനെ പറയും? ഓക്കെ, നമ്മൾ പല വെബ്സൈറ്റിലും പോകുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. വാഹനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൻ്റെത്. അത് ഓരോ ആൾക്കാർ എന്തിനെക്കുറിച്ചാണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് അവിടെ ഒരു പ്രിവ്യൂ ഉണ്ടാവും. ഇതിനൊക്കെ ഒരു വീഡിയോ പ്രിവ്യൂ എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നേനെ. ഓക്കെ, ഫൈൻ, ഞാൻ നെക്സ്റ്റ് ടൈം അത് കറക്റ്റ് ചെയ്യും. ഇപ്പം ഞാനൊരു ജീപ്പിൻ്റെ കോമ്പാസ് എന്ന് പറയുന്നൊരു മോഡൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഈ പോകുന്ന സ്ഥലത്ത് ജീപ്പ് കോമ്പാസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അവിടെ വരാറുണ്ട്. അത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങിനകത്തുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഗൂഗിൾ. ഗൂഗിളിൻ്റെ കൺട്രോളിലല്ലാത്ത ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാർക്കറ്റുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിനകത്തുള്ള ഈ ആഡ് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ദാറ്റ് സ്പേസ് ഈസ് ഷെയർഡ് ബൈ ഡിഫറെൻറ്റ് കമ്പനീസ്, ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ ആ സ്പേസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെ ഒരു സ്ഥലത്ത് കൊണ്ട് കണക്ട് ചെയ്യിക്കണം. അപ്പോൾ ഞാനൊരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആഡ് എനിക്ക് ഇന്ന വെബ്സൈറ്റിൽ ഇത്ര സ്പേസിലാണ് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിന് പറ്റുന്ന കസ്റ്റമർ പേഴ്സണയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ക്രൈറ്റീരിയ ഫിറ്റ് ആവുന്ന ഏരിയയിൽ എനിക്ക് ആഡ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നേരെ ആഡ് എക്സ്ചേഞ്ചിൽ കണക്ട് ചെയ്തതിന് ശേഷം അതൊരു വിർച്വൽ എൻറ്റിറ്റിയാണ്, ഒരു 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 സോഫ്റ്റ്വെയർ ആണ് സംഭവം. അപ്പം ആഡ് എക്സ്ചേഞ്ചിലേക്ക് സബ്മിറ്റ് ചെയ്യണം എൻ്റെ റിക്വയർമെൻറ്റ് ഇതാണെന്നുള്ളത്. അപ്പോൾ ആ റിക്വയർമെൻറ്റിനനുസരിച്ച് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആവും. അത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉള്ള വെബ്സൈറ്റുകളിൽ ആ ഓഡിയൻസിന് ഇത് ഡിസ്പ്ലേ ആവും. അതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിളിൻ്റെ ഡബിൾ ക്ലിക്ക് എന്നാണ് ഗൂഗിളിൻ്റെ ആഡ് എക്സ്ചേഞ്ചിൻ്റെ പേര്. അപ്പോൾ അതിന് വെളിയിലുള്ളൊരു ഓപ്ഷനാണ് ആഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതൊരുപാട് ഡിഫറെൻറ്റ് ടീംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ആഡ് എക്സ്ചേഞ്ച്. ഒരുപാട് സമയം പോയോ? 2:30 മണിയായി. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാക്കിയോളൂ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്. ഇനി ഇതിനകത്തുള്ള പല ഘടകങ്ങളും ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ഇപ്പോഴുള്ള പുതിയ പുതിയ ട്രെൻഡുകൾ ഉണ്ടാകുന്നത്.